വരുന്ന തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫിന് മൊത്തം എത്ര സീറ്റാണ് പ്രതീക്ഷിക്കുന്നത്? 100 സീറ്റ് കിടക്കുമോ യു.ഡി.എഫും കോൺഗ്രസും? കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു തെരഞ്ഞെടുപ്പിന്റെ ചിത്രം പരിശോധിച്ചാൽ ഒരു വലിയ യു.ഡി.എഫ് തരംഗമുണ്ട്. ആ തരംഗത്തിന്റെ ഭാഗമായി തന്നെ 100-ൽ പരം സീറ്റുകളിലേക്ക് വിജയിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വിജയിച്ചു വരാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യം ഇന്ന് കേരളത്തിനകത്തുണ്ട്. ജനങ്ങൾ ഒന്നാകെ ഒരു ഭരണം മാറണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാഴ്ച അത് വോട്ടായി മാറിയാൽ കേരളത്തിനകത്ത് യു.ഡി.എഫിന് 100-ൽ പരം സീറ്റുകളിലേക്ക് വിജയിച്ച് അധികാരത്തിലേക്ക് വരാൻ സാധിക്കുമെന്നുള്ളതാണ് ഞങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. മുസ്ലിം ലീഗ് പൊതുവെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നു എന്നുള്ള ഒരു ആക്ഷേപം അത് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത്തരത്തിലൊരു ആക്ഷേപം ഇപ്പോൾ ഉന്നയിക്കേണ്ട ഒരു ഘട്ടമായിട്ടില്ല. റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തെ പറ്റിയുള്ള ചർച്ച ഉണ്ടാകേണ്ടതിന്റെയോ അതിൽ മുസ്ലിം ലീഗാണ് തീരുമാനിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ചർച്ച ഉണ്ടാകുന്നതൊക്കെ തന്നെ റിസൾട്ടിന്റെ ഒരു ശോഭ കെടുത്തുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു ആസൂത്രിതമായ ഇടതുപക്ഷത്തിന് അനുകൂലമായ പ്രചാരവേല ചെയ്യുന്ന മാധ്യമങ്ങളുടെ സൃഷ്ടി മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന മുസ്ലിം ലീഗാണെന്നുള്ള പ്രചരണത്തിന് അർത്ഥമില്ല. മുസ്ലിം ലീഗും കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. കേരളത്തിന്റെ ഒരു സോഷ്യൽ സെക്യുലർ ഫാബ്രിക് നിലനിർത്തുന്നതിലൊക്കെ വളരെ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം വയനാട് മുണ്ടക്കൈ ചുരൽമലയിൽ ദുരിതമുണ്ടായ സമയത്ത് സർക്കാരിനേക്കാൾ ഏറ്റവും മികച്ച ഒരു ടൗൺഷിപ്പ് പോലും പൂർത്തിയാക്കി, ചുരുങ്ങിയ സമയം കൊണ്ട് പൂർത്തിയാക്കി, അത് ജാതി മത ചിന്തകൾക്ക് അതീതമായി അവിടെ ദുരന്തം അനുഭവിച്ച മുഴുവൻ ആളുകളും അവരെ സമീപിച്ച മുഴുവൻ ആളുകൾക്കും നൽകാൻ വേണ്ടി തയ്യാറായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കേരളത്തിലെ രാഷ്ട്രീയ വിഷയങ്ങളിൽ അഭിപ്രായം പറയുന്നതിൽ എന്താണ് തെറ്റുള്ളത്? അവർക്ക് അവരുടേതായ അഭിപ്രായങ്ങൾ പറയാം, അതിന് അനുസൃതമാകുന്ന രീതിയിലുള്ള ഇടപെടൽ നടത്താം, അതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾക്ക് യാതൊരു അർത്ഥവുമില്ല. അത് യു.ഡി.എഫിന്റെ വിജയത്തിനെ മറ്റു രീതിയിൽ ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ്. മന്ത്രിസഭ രൂപീകരിച്ചു കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് നയിക്കുന്നു എന്നുള്ള ഒരു ആക്ഷേപത്തോട് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പലരും അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ആക്ഷേപം എന്തിനാണ് ആക്ഷേപമായിട്ട് ഉന്നയിക്കുന്നത്? മുസ്ലിം ലീഗും തെരഞ്ഞെടുക്കപ്പെട്ട് തന്നെയല്ലേ മന്ത്രിസഭയിലേക്ക് വരുന്നത്, എം.എൽ.എമാരായിട്ട് വരുന്നിട്ടല്ലേ മന്ത്രിസഭയിലേക്ക് വരുന്നത്. കേരളത്തിനകത്ത് ഇടതുപക്ഷ സർക്കാരിലെ ഗവൺമെന്റിനെ CPI നിർണായകമായി നേതൃത്വം കൊടുക്കുമെന്ന് പറഞ്ഞാൽ അത് തെറ്റാണോ? അല്ലെങ്കിൽ അതിനകത്ത് അങ്ങനെ രണ്ടാമത്തെ ഘടകകക്ഷിയാണ് എന്നുള്ളത് കൊണ്ട് CPIക്ക് അങ്ങനെ അഭിപ്രായം പറയാൻ പാടില്ല എന്ന് CPM പറയൂ? അങ്ങനെ പറയുന്നത് പോലെ തന്നെയല്ലേ കോൺഗ്രസിന്റെ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന യു.ഡി.എഫ് മുന്നണിക്കകത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനും അഭിപ്രായമുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ കണക്കാക്കേണ്ടതായിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് കേരളത്തിലെ രാഷ്ട്രീയ വിഷയങ്ങളിൽ അഭിപ്രായമേ പറയാൻ പാടില്ല എന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള തിട്ടൂരും ഈ സംസ്ഥാനത്തിന് നിലനിൽക്കുന്നുണ്ടോ? അവരും ജനങ്ങൾക്ക് മുമ്പിൽ അവരുടേതായ രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിച്ച് യു.ഡി.എഫിന്റെ പൊതുവായ പ്രകടന പത്രിക ഉയർത്തിപ്പിടിച്ച് പ്രചരണം നടത്തി തന്നെയാണ്, വോട്ട് വാങ്ങി തന്നെയാണ് ജയിച്ചു വരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അവർക്ക് യു.ഡി.എഫ് അധികാരത്തിലേക്ക് വരുമ്പോൾ കോൺഗ്രസിനെ പോലെ തന്നെ കോൺഗ്രസ് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുമാണ്. അവർക്ക് അഭിപ്രായങ്ങൾ ഉണ്ടാകും, അവരുടെ അഭിപ്രായങ്ങൾ അവർ പറയും, അവർ ഭരണത്തിന്റെ നിർണായകമായിട്ട് കൂടെ ഉണ്ടാകും. അതൊന്നും കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയങ്ങളൊന്നുമല്ല. അത് വളരെ വർഗീയമായ താല്പര്യങ്ങളെ മാത്രം മുൻനിർത്തിക്കൊണ്ട് നടക്കുന്ന ആളുകൾ നടത്തുന്ന ഒരു പ്രചരണം മാത്രമാണ്. അതിനൊക്കെ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളിക്കളയേണ്ട ഒരു പ്രചരണം മാത്രമാണ്. യൂത്ത് കോൺഗ്രസ് മൊത്തം എത്ര സീറ്റാണ് പ്രതീക്ഷിക്കുന്നത്, യൂത്ത് കോൺഗ്രസിന്റേതായിട്ട് മാത്രമായിട്ട്? അല്ല, യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള ചെറുപ്പക്കാരായ സ്ഥാനാർത്ഥികൾ ഏതാണ്ട് 7ഓളം സ്ഥാനാർത്ഥികൾ കമ്മിറ്റിയിൽ നിന്ന് മാത്രമായിട്ട് മത്സരിച്ചു. അതുകൂടാതെ കഴിഞ്ഞ കമ്മിറ്റിയുടെയും ഭാഗമായ ആളുകളൊക്കെ തന്നെ സ്ഥാനാർത്ഥികളായിട്ട് മത്സരിച്ചിട്ടുണ്ട്. എല്ലാവരും നല്ല മത്സരമാണ് കാഴ്ചവെച്ചത്. എല്ലാ ചെറുപ്പക്കാരായ സ്ഥാനാർത്ഥികൾ മത്സരിച്ച എല്ലാ സീറ്റുകളും കഴിഞ്ഞ തവണകളിൽ 2-3 തവണകളിലൊക്കെ ആയിട്ട് കിട്ടാതെ പോയതും അല്ലെങ്കിൽ കാലങ്ങളായി ഇടതുപക്ഷം മത്സരിച്ച് ജയിക്കുന്ന സീറ്റുകളുമാണ്. അപ്പോൾ അടുത്ത ഇടതുപക്ഷ സീറ്റുകളിലാണ് എല്ലാവരും മത്സരിച്ചത്. ഞാൻ മത്സരിച്ച കൊടുങ്ങല്ലൂർ നിയമസഭാ മണ്ഡലവും കഴിഞ്ഞ 2 തവണയായി ഇടതുപക്ഷം ജയിച്ച വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ച ഒരു മണ്ഡലമാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും മത്സരിച്ചത് കോൺഗ്രസിന്റെ കയ്യിലുള്ള സിറ്റിംഗ് സീറ്റുകളിലല്ല, സീറ്റുകൾ പിടിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ്. അതിൽ എല്ലാവരും നല്ല മത്സരം കാഴ്ചവെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ ഞാൻ അതിൽ ഇത്ര സീറ്റ് എന്ന് പറയുന്നില്ല. നല്ല മത്സരമാണ്, ജയിച്ചു വരാവുന്ന സാഹചര്യം എല്ലാവരും സംബന്ധിച്ചിട്ടുണ്ട്. ഇടതുപക്ഷത്തിന്റെ പല കോട്ടകളും അപ്പോ യൂത്ത് കോൺഗ്രസിന് പിടിച്ചെടുക്കാൻ കഴിയും അല്ലേ? തിരിച്ചു പിടിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങളുടെ സഹപ്രവർത്തകർ മത്സരിക്കുന്ന പല സീറ്റുകളിലും കടുത്ത മത്സരം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് ധർമ്മടം മണ്ഡലത്തിൽ പോലും റഷീദ് കാഴ്ചവെച്ച മത്സരം പോലും വളരെ പ്രശംസനീയമായ മത്സരമാണ്. അപ്പോൾ അതെല്ലാം വലിയ മുന്നേറ്റം കേരളത്തിലെ ചെറുപ്പക്കാർക്ക് രാഷ്ട്രീയ രംഗത്ത് നാളുകളിൽ കടന്നു വരുന്ന സാഹചര്യം ഒരുക്കും. മന്ത്രിസഭയിലും യൂത്ത് കോൺഗ്രസിന് ശക്തമായിട്ടുള്ള സാന്നിധ്യം ഉണ്ടാവുമോ? അങ്ങനെയുള്ള ഒരു കാര്യം സംബന്ധിച്ച് ഇപ്പോൾ ഒരു കമന്റ് ഞങ്ങൾ ആരും പറയുന്നില്ല. ആദ്യം നല്ല വോട്ടെടുപ്പ് പൂർത്തീകരിക്കട്ടെ. വോട്ടെടുപ്പ് പൂർത്തീകരിക്കപ്പെട്ടതിന് ശേഷം
UDF-ന്റെ സർക്കാർ രൂപീകരിക്കപ്പെടുന്ന ഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്. ചെറുപ്പക്കാരായ ആളുകളൊക്കെ മന്ത്രിസഭയിൽ ഉണ്ടാകണോ വേണ്ടതെന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ തന്നെ അത് ആ ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ട കാര്യം പാർട്ടി തീരുമാനിക്കേണ്ടതാണ്. CPM ഒരു സമ്പൂർണ്ണ തോൽവി തന്നെയായിരിക്കും നേരിടേണ്ടി വരിക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അല്ലെ? ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടി ഉണ്ടാവും. 2001 സമാനമായ ഒരു റിസൾട്ട് ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് ഞങ്ങൾ പറഞ്ഞു 2010 സമാനമായ ഒരു റിസൾട്ട് UDF-നെ സംബന്ധിച്ചുണ്ടാകുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സംഭവിച്ചു. ഇത് 2001 കേരളത്തിനകത്ത് UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് സമാനമായ രീതിയിലുള്ള ഒരു റിസൾട്ട് ഉണ്ടാകും. വലിയ ശക്തി കേന്ദ്രങ്ങളെന്ന് അവകാശപ്പെട്ടിരുന്ന പല സീറ്റുകളിലും ഞെട്ടിപ്പിക്കുന്ന റിസൾട്ട് ഉണ്ടാകും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നത്. ന്യൂനപക്ഷങ്ങളുടെ ഒരു കൺസോൾട്ടേഷൻ UDF-ന് അനുകൂലമായി എന്നുള്ള കാര്യത്തിൽ തീർച്ചയാണോ? അങ്ങനെയല്ല. കേരളത്തിനകത്ത് ഒരു ജനാധിപത്യ വിശ്വാസികളായ മുഴുവൻ മനുഷ്യരുടെയും കൺസോൾട്ടേഷൻ UDF-ന് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. അതിൽ ന്യൂനപക്ഷമൊന്നും ഭൂരിപക്ഷമൊന്നും വ്യത്യാസമില്ല. എല്ലാ വിഭാഗം ജനങ്ങളും UDF-ൽ വിശ്വാസം അർപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞത്. അതിൽ പിന്നെ മതന്യൂനപക്ഷങ്ങളായാലും ഭൂരിപക്ഷ സമുദായങ്ങളായാലും എല്ലാവരും UDF-നകത്ത് വിശ്വാസം അർപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇപ്പോഴുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായ ഒരു കൺസോളേഷൻ ആണ്. മുഴുവൻ പൗരന്മാരും ഞങ്ങൾക്ക് അനുകൂലമായി ചിന്തിച്ചു എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഏറെ നാളുകൾക്ക് ശേഷം അപ്പോൾ നിയമസഭയിലേക്ക് കോൺഗ്രസിന്റെ ഒരു ശക്തമായിട്ടുള്ള ഒരു തിരിച്ചുവരവാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ ഉണ്ടാകാൻ പോകുന്നത് അല്ലെ? എന്ന് തന്നെയാണ് റിസൾട്ട് പ്രഖ്യാപിക്കപ്പെടുന്നതിന് മുമ്പുള്ള മണിക്കൂറുകളാണെങ്കിൽ കൂടി ഞങ്ങളൊക്കെ ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. എത്ര സീറ്റുകളാണ് വിലയിരുത്തുന്നത്? 100-ലെ പോവുകയാണോ അതോ? പറഞ്ഞല്ലോ ഞങ്ങൾ പാർട്ടി നേതൃത്വം UDF നേതൃത്വത്തിൽ പറഞ്ഞതുപോലെ തന്നെ പിന്നെ എക്സിറ്റ് പോളുകളിൽ പറയുന്നത് പോലെയല്ല, അതിനേക്കാളൊക്കെ കൂടിയ വിജയം ഉണ്ടാകും. 100-ൽ പരം സീറ്റുകളിൽ വിജയിക്കാൻ വേണ്ടി സാധിക്കും എന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അടിപടി UDF-നെ ബാധിക്കുന്നുണ്ടോ? അതിനെ സംബന്ധിച്ച് ചർച്ചകൾ പാർട്ടിക്കകത്ത് തുടങ്ങിയിട്ടില്ല. പിന്നെ അടിപടിയെ സംബന്ധിച്ചും പറയേണ്ടതില്ല. മാധ്യമങ്ങളുടെ ചർച്ച മാത്രമേ ഉള്ളൂ. പാർട്ടിക്കകത്ത് ഇതുവരെ ചർച്ചയെ സംബന്ധിച്ചുണ്ടായിട്ടില്ല. അങ്ങനെ പാർട്ടിക്കകത്ത് 4-ാം തീയതിക്ക് ശേഷമുള്ള ചർച്ചയാണ്. അങ്ങനെ ഈ മാധ്യമങ്ങളുടെ അങ്ങനെ ഒരു അജണ്ട മൂലം UDF-ന്റെ ഒരു കെട്ടുറപ്പിനെ ബാധിക്കാനായിട്ട് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ സമയത്ത് ഏതെങ്കിലും ഘട്ടത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ പറഞ്ഞു UDF അധികാരത്തിലേക്ക് വരുമെന്ന് പറഞ്ഞു? തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടങ്ങളിലും സർക്കാരിനെ പ്രകീർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ ഈ മാധ്യമങ്ങൾ നടത്തിയത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇത്തരം വാർത്തകൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്ന മാധ്യമങ്ങൾ മുഴുവൻ തന്നെ അവരുടെ എഡിറ്റോറിയൽ ബോർഡ് എന്ന രീതിയിൽ നടത്തുന്ന ചർച്ചകളിലൊക്കെ തന്നെ ഗവൺമെന്റിന് വേണ്ടുന്ന ഒരു PR പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. സർക്കാരിനെ ന്യായീകരിക്കുന്നതിൽ CPM-മാരേക്കാൾ മുമ്പിൽ നിന്ന് ഈ മാധ്യമ മുതലാളിമാരൊക്കെ തന്നെയാണ്. ആ മാധ്യമങ്ങളൊക്കെ തന്നെയല്ലേ ഇപ്പോൾ സർക്കാർ UDF-ന്റേത് വരുമെന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് എത്തിയല്ലോ. അടുത്ത മുഖ്യമന്ത്രി ആര് എന്ന് UDF-ന്റെ ആരാണ് എന്നുള്ള തർക്കമല്ല അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്ര വരെ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിൽ പോലും UDF അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞില്ലല്ലോ. എല്ലാ ഘട്ടങ്ങളിലും UDF-നെതിരായി നടത്താവുന്ന എല്ലാ പ്രചരണം നടത്തിയ ആളുകളാണ് ഇപ്പോൾ അടുത്ത മുഖ്യമന്ത്രി ആര് എന്ന തർക്കം UDF-നകത്ത് ഉണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരട്ടെ, 4-ാം തീയതിക്ക് ശേഷം മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിക്കാം. എക്സിറ്റ് പോളുകളെല്ലാം തന്നെ ഒരു ശക്തമായിട്ടുള്ള ഒരു ഊർജ്ജമാണ് നൽകുന്നത് അല്ലെ? എക്സിറ്റ് പോളുകളെല്ലാം തന്നെ എക്സിറ്റ് പോളുകളിൽ പറയുന്നതിനേക്കാൾ വലിയ വിജയം ഉണ്ടാകും. എക്സിറ്റ് പോളുകളിൽ പറയുന്നത് 66 അല്ല, അതൊന്നുമല്ല. അല്ലെങ്കിൽ 66 മുതൽ 90 എന്ന് പറയുന്ന പോലെയല്ല. ആധികാരികമായി തന്നെ വിജയം UDF-ന് ഉണ്ടാകും.